കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എങ്കിലോ കപോദത്തിൻ കഥ നീ ചൊല്ലിടുക, ശങ്ക പോവതിനെന്നു ചോദിച്ചു നൃപോത്തമൻ. അപ്പോഴായതിവരന പൃഥ്വീന്ദ്രനോട് ജൽപ്പിച്ചു കപോതമാം മാടപ്രാവന്ന പക്ഷി പല്ലവപത്ര പുഷ്പഫലവല്ലികളോട് മുല്ലസിച്ചുള്ള വൃക്ഷജാല സംയുക്തവനെ ഭാര്യയാം കബോധിയോടൊന്നിച്ച് ഗൃഹസ്ഥനായി സ്വൈരമോടതി സ്നേഹഹൃദയബദ്ധനായി നടന ക്രീഡാശന ശയനാദികളാലും പടുതയോടും കൂടിയൊന്നിച്ചു വസിക്കുന്ന ജായതന്നഭിഷ്ടങ്ങളതുപോലെന്നാൽ അവനായതു സാധിപ്പിച്ചു കൊടുക്കും വഴി പോലെ. അങ്ങനെ കബോധം തൻ പത്നിക്കു വശനായി തിങ്ങിനോരിന്ദ്രിയ നിഗ്രഹമില്ലാതെ നിത്യം വാഴുന്നാൾ കബോധിയും അണ്ഡങ്ങൾ പ്രസവിച്ച ദീശന്റെ മായാരചിതങ്ങളാൽ അണ്ഡങ്ങളും വിരിഞ്ഞു. പുത്രന്മാരുമുണ്ടായതതുകാലം പരിചിൽ തനുരോമ സൗന്ദര്യാദികളോടും ജനിച്ച പുത്രന്മാരിൽ വാത്സല്യം ദമ്പതിമാർക്കനർഘമുണ്ടായി വന്ന മധുര ശബ്ദങ്ങളാൽ പക്ഷരോമങ്ങളുടെ സ്പർശനങ്ങളാലും അങ്ങച്ച വക്ത്രങ്ങൾ കൊണ്ടും നല്ല ചേഷ്ടകൾ കൊണ്ടും സന്തോഷമുണ്ടായി വന്നിതതു കാലത്ത് പിന്നെ സന്തതികളിലേറ്റം സ്നേഹബദ്ധരുമായി ദമ്പതിമാരും അത് സ്നേഹബന്ധത്തോടുകൂടൻപൂടെ വിഷ്ണുമായ മോഹിതരായി നിത്യം സന്തതികളെ രക്ഷിച്ചിരിക്കുന്നതു കാലം ചിന്തിച്ചു പ്രജാപരിപാലനം ചെയ്യുവാനായി
താനേ സന്തതികളെ തൻ ഗൃഹി വസിപ്പിച്ചു താനും തൻ ഭാര്യയുമായി പോയത് വനത്തിങ്കൽ സഞ്ചരിക്കുന്ന നേരം ലുബ്ധകനെന്ന വനസഞ്ചരൻ പ്രജകളെ പിടിച്ചു കൊണ്ടുപോയാൻ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സമ്പാദിച്ചു തൽക്ഷണം ഗൃഹേ വന്നു നോക്കിനാർക്കഭൂതങ്ങൾ കണ്ടീല ശിശുക്കളെ അന്നേരം അവർകളും കുണ്ഠിത മനോവ്യസനത്തോടും കൂടെത്തതാ ആഗതി പ്രലപിച്ചു കരഞ്ഞു മായാ ഗുണമോഹിതബദ്ധരായി വീണു വിഭ്രമിച്ചവർ ചിന്താ ചഞ്ചലരായി ബോധഹീനരായവർ അന്ധരായി ഭവിച്ചിടിനാരല്ലോ പിന്നെ ഭാര്യയെ നോക്കി പറഞ്ഞിടിനാൻ കബോധവും ആരി ദുർമതിയായ പാപിയാം എന്റെ കർമ്മം ഇങ്ങനെ വന്നതെന്നതറിക മനോഹരേ ഇങ്ങനെ കബോധവും കരഞ്ഞു തുടങ്ങിന ബാലകന്മാരെ എന്നെയും ഭാര്യയെയും ആനന്ദമിടിഞ്ഞങ്ങു പോയിക്കൊണ്ടു നിങ്ങളിപ്പോൾ എന്നിവ പറഞ്ഞതൊക്കെ ചുതൻ പുത്രകീന മന്ദിരത്തിങ്കൽ ഭാര്യ താനുമായി വാഴുന്ന നാൾ ഭാര്യയും മരിച്ചുപോയി പുത്രരുമില്ലാതെയായി കാര്യമെന്തിന് ഞാനിങ്ങിരുന്നാൽ ഫലമില്ല എന്നു ചിന്തിച്ച് പിന്നെ ദുഃഖിതനായിട്ടവൻ സന്നധൈര്യേണ വസിച്ചിടിനാൻ കബോധവും ഈ വണ്ണം കുടുംബത്തെ രക്ഷിച്ചു പോഷിപ്പാനായി ചാബല്യം കലർന്നേറ്റം ബദ്ധനായി കൃപണനായി ശാന്തി കൂടാതെ ദ്വൈതരമാനായിരിപ്പവൻ ബന്ധനഗൃഹത്തിങ്കൽ പക്ഷി പോലലഞ്ഞിടും ഇങ്ങനെയിരിപ്പവൻ ആരുടെ മുക്തിദോരമങ്ങറിയാതെ കീഴ്പോട്ടേക്കിക പതിക്കുന്നു മംഗളാത്മാക്കളായി മീ വേടം മുക്തന്മാരാൽ ഇങ്ങനെ തന്നെ ചൊല്ലപ്പെടുന്നു നൃപുത്തമാ എന്നതുകൊണ്ടെനിക്ക് ഗുരുവായി കബോധവും മനവാ ദേഹികൾക്കു നരക സ്വർഗങ്ങളിൽ ഇന്ദ്രിയ സംബന്ധേന സുഖദുഃഖങ്ങൾ രണ്ടും വന്നു കൂടിയിടുന്നൊരു ഹേതുവായിരിക്കുന്നു സുഖദുഃഖങ്ങൾ രണ്ടുമിച്ഛിക്കുന്നീലബുധൻ സകലമനിത്യമായ രയ്ക്ക കൊണ്ടു തന്നെ മകത്തായിരിക്കുന്ന സർപ്പത്തെ പോലെയവൻ ഇഹത്തിൽ എതിർച്ചയാ വന്നതു ഗ്രഹിച്ചിടും
ഭൂരിയായിട്ടും സ്വൽപ്പമായിട്ടും ലഭിച്ചാലും പോരാ എന്നതുമില്ല, മതി എന്നതുമില്ല. ലഭ്യഭോജനത്തെയും ഭുജിച്ചു സദാകാലം പുഷ്ടിയുടെ ജഗര സർപ്പങ്ങൾ പോലെ തന്നെ സുഖദുഃഖങ്ങൾ രണ്ടിലേതു വന്നണഞ്ഞാലും സുഖമേ അനുഭവിച്ചെല്ലാം നശ്വരമെന്നും നിശ്ചല ഹൃദയനായിടുന്ന മഹായോഗി സച്ചിൽ ധ്യാനമാനസൻ വസിക്കുമെല്ലാ നാളം. ഇങ്ങനെ മുനിവൃത്തിയാകയാൽ അജഗരമെന്ന പന്നകവുമെന്നാചാര്യനറിഞ്ഞാലോ ഇങ്ങനെ മുനിവൃത്തിയാകയാൽ അജഗരമെന്ന പന്നകവുമെന്നാചാര്യനറിഞ്ഞാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹേ മഹേശാം ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേധക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ജഗദംബയായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.